അതിന് മാധ്യമങ്ങളിൽ VM സുധീരൻ വെള്ളാപ്പള്ളി നടേശൻ പോര് മുറുകുകയാണ്. ഇതിൽ വെള്ളാപ്പള്ളി നടേശന് പരിഭ്രാന്തിയാണെന്ന് VM സുധീരൻ പറയുന്നു. അതുപോലെ സർക്കാരിന്റെ കാലനാണ് VM സുധീരൻ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഇതിന്റെയൊക്കെ ബേസ് എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു പ്രശ്നം നടക്കുന്നത്? ഇപ്പം നമുക്കറിയാം 2016 വന്നൊരു കേസായിരുന്നു. അതായത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനായിരുന്നു മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ആദ്യമായിട്ട് വെള്ളാപ്പള്ളിക്കെതിരെ വന്നത്. പക്ഷേ പിന്നീട് അതിന് ഒരു ഒച്ചെഴയുന്ന പോലെ ഇതുവരെ അത് എങ്ങും എത്താതെ വന്നിരുന്നായിരുന്നു. അപ്പോഴാണ് നമ്മുടെ VM സുധീരൻ VS അച്യുതാനന്ദന് ശേഷം VM സുധീരനാണ് ഇതിനെതിരെ സംസാരിച്ചു വരുന്നത്. അതായത് ഇദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അതൊരു അടിയാണ്, വെള്ളാപ്പള്ളിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അടിയാണ്. നമുക്കറിയാം UDF സർക്കാർ അധികാരത്തിൽ വന്ന് കിട്ടിയ ഒരു അടിക്ക് ശേഷം കിട്ടിയ ഒരെണ്ണമായിരുന്നു ഈ VM സുധീരന്റെ ഈ കേസ്. അതായത് താൻ രക്ഷപ്പെട്ടു, താൻ ഇനി ഈ കേസൊന്നും ഒരു വലിയ കാര്യമില്ല എന്ന് വിശ്വസിച്ചിരുന്നൊരു സമയമായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന് അടികൊള്ള പോലെ ഈ ഒരു പ്രശ്നം വന്നത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിനായി പിന്നോക്ക വികസന വകുപ്പ് കൊടുക്കുന്ന 3% രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഫണ്ട് അത് വക മാറ്റി 12% പലിശയ്ക്ക് കൊടുത്തു എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതാണ് ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. പക്ഷേ അതിന്റെ തുടക്കം വന്നു നിന്നത് ഒരു വ്യക്തിയുടെ ആത്മഹത്യയിലാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് മുഴുവൻ തന്റെ തലയിലിടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് KK മഹേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുകയാണ്. ഈ KK മഹേഷ് എന്ന് പറയുന്ന വ്യക്തി വെള്ളാപ്പള്ളി നടേശന്റെ ശത്രു ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന, ഒപ്പം വിശ്വസിച്ചു കൂടെ നിന്നൊരു വ്യക്തിയായിരുന്നു മഹേഷ് എന്ന് പറയുന്നത്. അദ്ദേഹം ഹെഡ്ക്വാർട്ടേഴ്സിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കേസിൽ, ഈ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമോ, ഒന്നാം പ്രതി വെള്ളാപ്പള്ളി നടേശനാണോ? ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്ന് KK മഹേഷ് 32 പേജുകളിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ 32 പേജിലും കൃത്യമായ തെളിവുകൾ. അപ്പൊ അന്ന് അദ്ദേഹം പേപ്പറിലാണ് എഴുതി വെച്ചതെങ്കിൽ അതൊരു ബുക്ക് ഫോർമാറ്റില് ഇപ്പോൾ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ BDJSന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ തന്ന അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ആ പേജുകളിലെല്ലാം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അഴിമതിയെ പറ്റി പറയുന്നുണ്ട്. 3 പെട്ടി പണം കൊണ്ടുപോയ കഥകൾ പറയുന്നുണ്ട്. അങ്ങനെ പല പല കഥകൾ പറയുന്ന ഒരു 32 പേജുള്ള നീണ്ട വിശദീകരിച്ച ആത്മഹത്യാ കുറിപ്പ് എഴുതി ഒരു മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നു. എന്നിട്ടും അതിൽ സംശയിക്കപ്പെടുന്ന, ഒന്നാം പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന അയാൾക്കെതിരെ നടപടിയെടുക്കാനോ കൃത്യമായ അന്വേഷണം നടത്താനോ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ഇടതുപക്ഷത്തിന്റെ തന്നെ CPMന്റെ തന്നെ സമുന്നതനായ നേതാവ് VS അച്യുതാനന്ദൻ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നു, അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ ഭരിച്ചിരുന്നത് LDFന്റെ സർക്കാരാണ്, CPMന്റെ മുഖ്യമന്ത്രിയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഈ കേസിനൊരു നീങ്ങിപ്പോക്ക് ഉണ്ടായിട്ടില്ല. വളരെ സ്ലോ ആയിട്ട് ഒരു തരത്തിലും ഒരു അന്വേഷണവും നടക്കാതെ ഇപ്പോൾ സംസ്ഥാനത്ത് പിണറായി വിജയനും കേന്ദ്രത്തിൽ BJPയും സംരക്ഷണം ഒരുക്കിയെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ അത്തരത്തിൽ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇനി ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചോദ്യം ഉണ്ടായി നിൽക്കുന്ന സമയത്താണ് VM സുധീരൻ ഇത് ഏറ്റെടുക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എന്ത് വന്നാലും ഇത് ഈ കാര്യത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകും. ഇപ്പൊ VD സതീശനാണെങ്കിൽ പോലും അദ്ദേഹം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. ആരെയും സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന ആളല്ല VD സതീശൻ. എന്നിരുന്നാൽ തന്നെയും സിസ്റ്റത്തിനൊരു പരാജയം സംഭവിക്കുകയാണെങ്കിൽ, പോലീസ് ഇനിയും ഇതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇടപെടുമെന്ന് VM സുധീരൻ പറയുകയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഏകദേശം കുരുക്കുകൾ മുറുകിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് ചെയ്ത കുറ്റങ്ങൾക്കുള്ള ശിക്ഷ ലഭിക്കാൻ അധികം സമയമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി സപ്പോർട്ട് ചെയ്യാൻ പിണറായി വിജയൻ സഖാവല്ല മുഖ്യമന്ത്രി. അതുപോലെ തന്നെ കേന്ദ്രത്തിന് ഇതിൽ ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്താലും വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ തീർച്ച തന്നെയാണ്. ഇപ്പം മഹേഷിന്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ തലയെ കുറ്റവിട്ട് രക്ഷപ്പെടാനായിരുന്നു അന്ന് ശ്രമിച്ചത്. അങ്ങനെയായിരുന്നു ആത്മഹത്യയായിരുന്നു. ഇപ്പൊ വീണ്ടും മഹേഷിന്റെ തലയിലേക്ക് തന്നെ കുറ്റവിടാൻ, ആ മരണപ്പെട്ട വ്യക്തിയുടെ തലയിലേക്ക് തന്നെ കുറ്റവിടാൻ നോക്കുകയാണ്. നമുക്ക് അറിയാം 2 ദിവസം കൊണ്ട് അദ്ദേഹം കള്ളനാണ്, ഇതെല്ലാം ചെയ്തതിന്റെ തെളിവ് തന്റെ കയ്യിലുണ്ട്. ഇത്രയും വർഷം കൊണ്ടുവരാത്തൊരു തെളിവാണ് പെട്ടെന്ന് വെള്ളാപ്പള്ളിയുടെ കയ്യിൽ വന്നത്. അപ്പം എങ്ങനെയൊക്കെയോ വളഞ്ഞു തിരിഞ്ഞ് ഇത് മഹേഷിന്റെ തലയിടാനുള്ള ശ്രമമാണ്. അതിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നൊരു വിശ്വാസം
വെള്ളാപ്പള്ളിയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറാനും ഈ സുധീരനെതിരെ ഇത്രയൊക്കെ സംസാരിക്കാനും ഒക്കെ വരുന്നത്. പക്ഷേ സുധീരൻ ഇങ്ങനെ കടുംപിടുത്തമായിട്ട് നിൽക്കുന്നതാണ് ആകെയുള്ളൊരു ഇതെന്ന് പറയുന്നത്, ഒരു മുടക്ക് വരുന്നത്. അതെ, ഇപ്പോ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇതിന്റെ നിജസ്ഥിതി അറിയണം എന്ന് ബോധ്യമുള്ള ഒരാളാണ് വി എം സുധീരൻ. ഈ പറഞ്ഞ മഹേഷിന്റെ ഭാര്യയ്ക്കൊപ്പം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അത് നടന്നിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ജൂൺ 6 ഞാൻ വി ഡി സതീശനെ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന്. ഇന്ന് ജൂൺ 23 ആകുന്നതേ ഉള്ളൂ. 2-3 ആഴ്ചകൾക്കകം നടപടി ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിൽ രാഷ്ട്രീയമല്ല അദ്ദേഹത്തിന് വേണ്ടത്, അദ്ദേഹത്തിന് ഇതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടണമെന്നുമല്ല അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം ഈ വിഷയത്തിൽ നീതി വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശനെതിരെ സംസാരിച്ചിട്ടുള്ള ആരെയാണെങ്കിൽ പോലും അദ്ദേഹം വളരെ അറഗന്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളാണ്. മാധ്യമപ്രവർത്തകർക്ക് നേരെയൊക്കെ ആക്രോശിച്ചെടുക്കുന്ന വ്യക്തിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ വി എം സുധീരൻ പറയുന്ന പോലെ ഒരു പരിഭ്രാന്തി അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കഴിഞ്ഞ 10 വർഷങ്ങൾ സർക്കാരാൽ സംരക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ അസ്വസ്ഥത തോന്നുന്നതിൽ നമുക്ക് അതിശയമൊന്നും തോന്നാനില്ല. എന്ത് തന്നെയായാലും അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ കൃത്യമായ ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കും. ഒരു നേതാവാണെന്നോ എത്ര കൊടികുത്തിയ കാറിൽ സഞ്ചരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കും എന്നുള്ള കാര്യം തീർച്ച തന്നെയാണ്. നമുക്കറിയാം, കെ മഹേഷിന് മാത്രമല്ല നീതി കിട്ടേണ്ടത്. മൈക്രോ ഫിനാൻസിന്റെ പേരിൽ തട്ടിപ്പിലൂടെ ഇരയായ കുറെ സ്ത്രീകളുടെ കാര്യങ്ങളുണ്ട്, അവർക്കൂടെ നീതി കിട്ടാനായിട്ട് തെളിഞ്ഞേ പറ്റൂ. അതിനുവേണ്ടി കൂടിയാണ് വി എം സുധീരനെ മുന്നിട്ടിറങ്ങുന്നത്. അത് നമ്മൾ ഈ സർക്കാരിലൂടെ നേടിയെടുത്താൽ, ഈ സർക്കാർ അതും കൂടെ നേടിയെടുത്താൽ ജനങ്ങൾക്കിടയിൽ കുറച്ചുകൂടി ഇമ്പാക്ട് കൂടുകയുള്ളൂ അല്ലേ? സ്വാഭാവികമായിട്ട്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം നമുക്കറിയാം. ഇപ്പോൾ കെ മഹേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് നമുക്കറിയാം. ഇത് പുറത്തു വന്നു, കുറച്ചധികം പേർ ഇത് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് മാത്രം. വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ അനേകമുണ്ടെന്ന് ഈ പറഞ്ഞ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ പല ആവർത്തി നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. പുറത്തു വരാത്ത ക്രൈമുകൾ കുറേയുണ്ട്, കുറേയധികം കൊലപാതകങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ഇത്തരത്തിൽ പല ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ട ആത്മഹത്യ ചെയ്ത വ്യക്തികളുടെ പേരുകൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും അന്വേഷണം വേണം. എത്രത്തോളം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ മരണം സംഭവിച്ചില്ല എങ്കിൽ പോലും വലിയ കൊളാട്രൽ ഡാമേജ് ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ സാമ്പത്തികമായി തകർന്നു പോയ, അല്ലെങ്കിൽ ഇനി ജീവിക്കാൻ വഴിയില്ലാതായ കുടുംബങ്ങൾ ഉണ്ടാകാം. ഇവർക്കെല്ലാം ഇതിനൊരു ഉത്തരം വേണം. ഇപ്പോൾ ഒരു സാമുദായിക നേതാവാണ് എന്നുള്ളൊരു ലേബൽ ഉണ്ടാക്കി അതിന്റെ പേരിൽ അദ്ദേഹം കുറെ ഗുണ്ടായിസമൊക്കെ ചെയ്ത് നടക്കുന്നത് കേരളത്തിലാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചോദ്യം ചെയ്യാൻ മാധ്യമ പ്രവർത്തകരാണെങ്കിലും സാധാരണ ജനത്തിനാണെങ്കിലും ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇപ്പൊ മാധ്യമ പ്രവർത്തകർ വെള്ളാപ്പള്ളിയോട് എന്തിനിങ്ങനെ പറഞ്ഞു, എന്തിന് വർഗീയത പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരമില്ലാതെ ആക്രോശിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകണം. അദ്ദേഹം പറയുന്ന വർഗീയത ഇത്രയും നാൾ വെച്ചു ഉറപ്പിച്ച ഒരു സർക്കാരാണെങ്കിൽ ഇനി അദ്ദേഹം പറയുന്ന വർഗീയതയോ അദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങളോ മായ്ക്കാൻ സാധിക്കില്ല. അതൊരിക്കലും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ വി എം സുധീരൻ ആവശ്യപ്പെടുന്നത് പോലെ വി ഡി സതീശൻ സർക്കാരും വി ഡി സതീശനും അതുപോലെ തന്നെ ആഭ്യന്തരവും ആഭ്യന്തര വകുപ്പും ആഭ്യന്തരമന്ത്രിയും എല്ലാം ഇതിൽ കൃത്യമായ നടപടിയെടുത്ത് അന്വേഷണം ഉണ്ടാകണം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം പുറത്തു വരട്ടെ. ഇപ്പോ അദ്ദേഹം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ബാക്കി ഉണ്ടാവും. അദ്ദേഹം ചെയ്ത തെറ്റുകൾ തെളിയിക്കാൻ പോലീസിന് സാധിക്കും. അത്തരത്തിൽ തെറ്റ് തെളിയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയും നിരപരാധിയാണെങ്കിൽ അതും പൊതുസമൂഹം അറിയുകയും വേണമല്ലോ.